ഗായ്സ്, എൻ്റെ പേര് സുനി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ലെറ്റ്സ് പ്ലേ സീസൺ 1 എപ്പിസോഡ് 1 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ സ്കിന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നടുവിൽ ഉള്ള സ്കിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്, എന്നാലേ നമ്മളെ സുനി എന്നുള്ളൊരു പേരിനെ വെക്കുള്ളൂ. അപ്പോൾ സുധീൻ്റെ സ്കിന്ന് വെറുതെ കോപ്പി അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഡിലീറ്റ് ആക്കാൻ കാരണം നമ്മളെ വേർഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ വേർഷൻ പറഞ്ഞാൽ 1.21.132 തോന്നുന്നു എഡിഷന്. അപ്പോൾ ഇതിൽ പല മാറ്റങ്ങളും ഉണ്ട്. നമുക്ക് മറ്റേ സ്പിയറൊക്കെ ഉണ്ടാവും, കോപ്പറിൻ്റെ അങ്ങനത്തെ സ്പിയർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കാണിച്ച പോലെ തന്നെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് അതൊക്കെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കണം എന്നില്ല, അതിൻ്റെ ലൂട്ടുകളൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടാവും. കാരണം അത് വേറെ എഡിഷൻ ആയതുകൊണ്ട് അതിനും കുറേ ചേഞ്ച് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളിതാ PC പോലെ ആക്കിയിട്ടുണ്ട്. നമ്മളെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ സെലക്ഷൻ വരും അതിന് മേലെ കൂടെ. അപ്പോൾ നമുക്ക് നേരെ ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലൊന്ന് പോയി വെക്കണം, എന്തൊക്കെയുള്ള നോക്കണം, എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സാധനങ്ങളാവണമെന്നൊന്നുമില്ല. നമ്മൾ ഈ എപ്പിസോഡത്തെ കൂടെ പറഞ്ഞാൽ ഫുൾ അയൺ ആർമറായി മാറണേ നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് തുറക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റിയതാ ഒരു ചെസ്റ്റ് പ്ലേറ്റാണ്, പിന്നെ ഒരു പിക്കാക്സും, പിന്നെ 2 ഡയമണ്ടും, ഒരു ഹോസസിൻ്റെ ആർമറും. അപ്പോൾ നമുക്ക് ആ പിക്കാക്സ് ഒന്ന് എടുക്കാമല്ലേ. നമുക്ക് ഫുൾ ടൂൾസ് ആവാമെന്ന് കജ്ജു പറയില്ല. നമ്മളിന്ന് അയൺ ആർമറാണ് ഗോള്. അപ്പോൾ നമ്മളിതാ ഈ അയൺ ആർമറൊന്ന് ഇട്ട് നോക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാഞ്ഞു പോവാണ്. നമ്മൾ മാഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് ചന്തം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. നമുക്ക് അടുത്ത ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയേക്കണം. നമ്മളെ ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ കുറേ ചേഞ്ച് വന്നിട്ടുണ്ടാവും. എന്തൊക്കെ ചേഞ്ച് ആണെന്ന് നമുക്കറിയില്ല, നോക്കിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് ഫുൾ അയൺ ആർമർ ആവാൻ കജ്ജൂല കഴിച്ച്. നമുക്ക് ഒരു ഹെൽമെറ്റ്, ഒരു ലെഗിൻസ്, ഒരു സോഡാണ് നമുക്ക് തരുന്നത്. ബ്രെഡ് കടന്നോട്ടെ, ബ്രെഡ് നമുക്കിപ്പോൾ എടുക്കണ്ട, നമുക്ക് അടുത്തൊക്കെ നിട്ടോക്കാം. അപ്പോൾ ഫുൾ ചന്തത്തിലോട്ട് മാറണമെങ്കിൽ നമുക്ക് ഇനിയൊരു ബൂട്ട്സും കൂടി വേണം. അപ്പോൾ നമുക്ക് ഈ സോഡൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം, ടൂൾസൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. സോഡ് ഇവിടെ കെട്ടി പിക്കാക്സ് അവിടെ വെക്കട്ടെ, ആക്സ് വെക്കാനൊരു സ്പേസ് വേണം. അതിനാണ് ഞാൻ അങ്ങനെ വിട്ടത്. നമുക്ക് ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ പോയാൽ കഥ ഈ സൈഡിലുള്ളത്. അതിൽ എന്തൊക്കെ തരും എന്നൊന്നും പറയാൻ പറ്റില്ല, നോക്കിയിട്ട് വെക്കാം. ഓക്കെ, നമുക്കിത് അതിൽ ഇടാൻ പറ്റി എത്തില്ല. നമുക്കൊരു അയണിൻ്റെ സ്പിയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എടുക്കാം. ഇത് വെച്ച് ലുട്ടാപ്പിൻ്റെ ഇതിനോട് കുത്തുന്ന പോലെ നമുക്ക് കുത്താം. അപ്പോൾ നമുക്കിനി അടുത്ത ബ്ലാക്ക് സ്മിത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോയേക്കണം. ഇതിൽ നമുക്ക് സോഡ് അങ്ങനത്തെ ആവശ്യമില്ല. കുറച്ച് ആപ്പിൾ എടുക്കണം. ബഗ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ആപ്പിൾ എടുക്കട്ടെ. അതായത് നമ്മൾ 6 ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. 6 ആപ്പിൾ നമ്മൾ തൽക്കാലത്തിനിപ്പോൾ ചെറിയൊരാവശ്യത്തിന് നമ്മൾ എടുത്താണ്. അല്ല നമുക്കിപ്പോൾ നമ്മൾ ഇവിടെ ഹെയർ ബെൽസ് ഉണ്ടാക്കാൻ നമുക്ക് പൊട്ടിക്കണം. അതിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഓക്കെ, നമുക്കൊരു ഇതിൻ്റെ കോപ്പറിൻ്റെ സ്പിയറാണ് കിട്ടിയത്. നമുക്ക് അയണിൻ്റെ സ്പിയറിനാലും നല്ല കോപ്പറിൻ്റെ സ്പിയറൊക്കെ ഉണ്ട്. അയണിൻ്റെ സ്പിയർ വെറുതെ ചിലവാക്കണ്ട, നമുക്ക് കോപ്പറിന് മതി. ഒരേ പവറൊന്നും ആവില്ല, എന്നാലും ഒന്ന് ടെസ്റ്റിന് കോപ്പറിന് മതി. നമുക്ക് കോപ്പറിനാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് അയൺ ആർമർ മൊത്തത്തിലാവണമെങ്കിൽ നമുക്ക് ഇനി ഇത് ചെയ്യേണ്ടി വരും. മൈൻ ചെയ്താലേ നമുക്ക് ഇനി ഒപ്പിച്ചാൽ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഹെയർ ബെൽസൊക്കെ കണ്ടില്ല. നമുക്ക് ഹെയർ ബെൽസ് ഇപ്പോൾ എടുക്കണ്ട, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലൊക്കെ എടുക്കണേക്കെ നമുക്ക് ഏറ്റവും നല്ലത്. നമുക്കിനി കുറച്ച് അയൺ മൈൻ ചെയ്യണം. അതിൻ്റെ മുമ്പ് നമുക്കൊന്ന് പോയി റീസ്പോൺ ചെയ്തിട്ട് വരാം. നമുക്കിതാ റീസ്പോൺ ഇവിടെ ഇപ്പോൾ ചെയ്യാം. നമ്മൾ ഈ വീട്ടിൽ ചെസ്റ്റ് ഉണ്ടാവും. ഈ വീട്ടിലത്തെ ചെസ്റ്റിലൊന്ന് നമുക്ക് തുറന്നു നോക്കണം, എന്തൊക്കെ കിട്ടുക അറിയില്ല. അതിൽ കുറേ ബ്രെഡ് കിടക്കുന്നുണ്ട് കഴിച്ച്, നമുക്കിതൊക്കെ ആവശ്യം വരും. അപ്പോൾ ലെതറിൻ്റെ ലെഗിൻസൊക്കെ അതിലുള്ളത്. നമുക്ക് അവിടുത്തെ വീട്ടിൽ പോയിട്ട് നമുക്കൊന്ന് റീസ്പോൺ സെറ്റ് ചെയ്തേക്കണം, എന്നാലേ നമുക്ക് ചാവുമ്പോൾ ഈ വില്ലേജിൽ തന്നെ തിരിച്ചെത്താൻ വെച്ചുള്ളൂ. അപ്പോൾ നമ്മളിത് അവിടുത്തെ ബെഡിൽ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ചെസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. നമുക്കിത് അതിൽ കുറച്ച് ഫുഡും ബണ്ടിലൊക്കെ ഉള്ളത്, പിന്നെ സാപ്ലിങ്സും. നമുക്കിനി അതിന് നേരെ മൈൻ ചെയ്യാൻ പോകണം. കാരണം നമ്മളിപ്പോൾ റീസ്പോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിന്. അതിന് മൈൻ ചെയ്താലേ നമുക്ക് ബൂട്ട്സൊക്കെ പിന്നെ ഷീൽഡൊക്കെ ഉണ്ടാക്കാൻ വെച്ചുള്ളൂ. നമ്മൾ ഫുൾ ടൂൾസ് ആവണമല്ലോ, നമ്മൾ ഷീൽഡും പിന്നെ ഫുൾ ആർമറുമാണ് ആവാൻ നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം റൂയിൻ നെതർ പോർട്ടലിൽ പോയി എടുത്തൊക്കെ ഉണ്ട് നോക്കാം. ഓക്കെ, നമ്മൾ റൂയിൻ നെതർ പോർട്ടലിൽ ലാവൊന്നുമില്ല, കാരണം ഇത് ഈ വള്ളത്തിൻ്റെ അടുത്താണ് നിൽക്കണേ. അപ്പോൾ നമുക്ക് ഈ നെതർ പോർട്ടലിൽ തുറക്കണമെങ്കിൽ നമുക്ക് വില്ലേജിലോടി ഒബ്സിഡിയനൊന്നും കണ്ടില്ല. ഇതിൽ എത്ര ഒബ്സിഡിയൻ നോക്കാം. അതിൽ 2 ഒബ്സിഡിയനാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി കുറച്ച് ഗോൾഡിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് ഇനി അയൺ മൈൻ ഇതിനടുത്ത് വെച്ച് നമുക്ക് കാണാം. ഇതിന് മുമ്പ് വേറെ എഡിഷനിൽ അടിച്ചു നോക്കിയ സീഡിൽ നമുക്ക് കിട്ടിയതാ ഈ സൈഡിലാണ് അയൺ കണ്ടിരുന്നത്. നമുക്കിതാ ഇവിടെ അയൺ ഉണ്ടോ നോക്കാം.
ഓഗാശം നമുക്ക് അവിടെ ഒരു അയൺ കാണുന്നുണ്ട്. ടോട്ടൽ ഇവിടുന്ന് 7 അയണാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടിയത്. അപ്പോൾ അതേ സീരടിച്ചുകൊണ്ട് ഇതിൽ മാറ്റമില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഏണം കിട്ടുന്നതാണ്. ഏണം കിട്ടിയ 4 കൊണ്ടൊരു ബൂട്ടും പിന്നെ ഒന്നുകൊണ്ടൊരു ഷീൽഡും ഉണ്ടാക്കുക. പിന്നെ ആക്സ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നും കൂടി എക്സ്ട്രാ വേണ്ടി വരും. അത് നമുക്ക് വേറെ അടുത്ത് പോയി മൈൻ ചെയ്യുക. പിന്നെ എപ്പിസോഡിൽ നമുക്ക് ഫുൾ ആവാക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൊരു വില്ലേജിലാണ് നമ്മൾ സ്റ്റാർട്ടഡ് ഹൗസ് ഉണ്ടാക്കിയില്ല. സ്റ്റാർട്ടഡ് ഹൗസ് ഏത് എപ്പിസോഡിലാണ് ഇടണമെന്ന് നമുക്കപ്പം നോക്കാം. ചിലപ്പോൾ 2ാമത്തെ എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ പറയാനില്ല. നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മളിത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാ നമുക്കിനി അതിനുള്ള വുഡൊന്ന് കളക്ട് ചെയ്യണതാവും. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ വേൾഡത്തെ ആദ്യത്തെ വുഡ് കളക്ട് ചെയ്യുക. ഇതാ ഇവിടുന്ന് തന്നെ തുടങ്ങാം. അയ്യോ ഗൈസ്, ഇവിടെ ക്രീപ്പർ ഒന്ന് പൊട്ടി നമ്മൾ കണ്ടില്ല. നമുക്കിനി അവിടെയുള്ള വുഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വുഡ് നമ്മളെ കജ്ജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. 2 വുഡ് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ വുഡ് ഇതാ സുതിയണ്ണൻ്റെ പോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ അതിൻ്റെ മേലെ സ്റ്റെയർ കേസും കൂടി വെച്ചിട്ടുണ്ട് അടയാളത്തിന്. അപ്പോൾ നമുക്ക് ഇനി ഈ വുഡ് കൊണ്ട് നമുക്ക് പ്ലാങ്ക് ഉണ്ടാക്കാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, കടന്നോട്ടെ. ക്രീപ്പർ പൊട്ടിച്ച് നാസാക്കിയതിനൊക്കെ നമുക്കിതാ പ്ലാങ്ക് 4 എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വേണ്ടി കുറച്ചും കൂടി വുഡ് ഇട്ടിയാലേ നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാനുള്ള പ്ലാങ്ക് കിട്ടുള്ളൂ. അതിപ്പോൾ എത്രയായി? ഇതിപ്പോൾ 8ആയി. നമുക്ക് ഇനി ഇപ്പോൾ ആവശ്യപ്പെടുള്ളേ ഷീൽഡ് ഉണ്ടാക്കാൻ എത്ര വേണ്ടി വരും? അത് കഴിച്ച് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ വെച്ചെടുത്താൽ വെച്ചില്ലേ, നമ്മളിപ്പോൾ മറന്ന്. അപ്പോൾ നമ്മളത് വെച്ചുകൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ ഷീൽഡ് ഉണ്ടാക്കാനുള്ള ബൂട്ട്സ് ഉണ്ടാക്കാനുള്ള കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ബൂട്ട്സ് ഉണ്ടാക്കി ഫുള്ള് ആർമറിലോട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇനിയിപ്പോൾ 2 കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഇതാക്കാൻ ഒരു വുഡ് അവിടെ വെച്ചുകൊടുക്കണം. ഗൈസ് നമ്മൾ ഈ വുഡ് എടുക്കുകയാണ്, ഇവിടെ നിന്ന് എടുക്കുകയാണ്. ആ വുഡ് എടുത്തു നമ്മളവിടെ വെച്ചുകൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ അത് സെറ്റ് ആവട്ടെ. നമുക്ക് ഈ സീഡ് ഇവിടെ നിന്ന് കളയണം. ഗൈസ് അങ്ങോട്ട് പോണില്ല. നമുക്ക് കുറച്ച് മേലക്കാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതാ ഗൈസ് അത് പോയിട്ടുണ്ട്. നമുക്കിതാ ഈ വുഡൊന്ന് വെട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെ ഷീൽഡ് ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് അടക്കാം. ഷീൽഡിന് എത്ര പ്ലാങ്കാണ് വേണ്ടത്? 4 മതിയാവും എന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. അല്ല ഗൈസ്, ഷീൽഡിന് കുറച്ചും കൂടി വേണം. നമുക്ക് അതും കൂടി വെട്ടാം. ഗൈസ് ആ വുഡും കൂടി നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കുറച്ച് ഇവിടുത്തെ ഡേർട്ടൊന്ന് മൈൻ ചെയ്യണം. കാരണം അവിടെ പിന്നെ ഈ സോംബീസ് അതിനുള്ളിൽ കയറി പിന്നെ നമുക്ക് വില്ലേജ് ബ്ലഡ് ഉണ്ടാക്കാനുള്ള വില്ലേജസിനൊന്നും കിട്ടില്ല. ഓലൊക്കെ സോംബീസ് ആവും. അപ്പോൾ ഇതാ ഗൈസ് നമ്മളെ ഷീൽഡും കൂടി റെഡി ആയിട്ടുണ്ട്. നമ്മളാ ഷീൽഡ് ഇടാണ്. എന്നിട്ട് നമുക്ക് നമ്മളെ ഇത് അവസാനിപ്പിക്കണം. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കണം. ഗൈസ് നമ്മൾ ആ ഷീൽഡും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡത്തെ ആൾമോസ്റ്റ് ഗോൾ മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ എപ്പിസോഡിൽ ഇതേപോലെ നമ്മൾ അപ്ഗ്രേഡൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോത്തെ ഗോൾ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ ഗോൾ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നിന്ന് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഗൈസ് ഞാനും ക്രീപ്പർ മച്ചും കൂടി ഒരു വെടിക്കെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പരസ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം.